ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് നടക്കാൻ പോവുകയാണ്. നാളെയാണ് ഹാൾ ടിക്കറ്റ് വരുന്നത് കേട്ടോ, ഒന്നാം ഘട്ടം എഴുതുന്നവർക്ക് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 2021 മുതൽ 25 വരെയുള്ള പ്രിലിംസിന്റെ പേപ്പേഴ്സെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ലവണ്ണം ഇതിലത്തെ ഫോക്കസ് ചെയ്യുക. ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇത് നോക്കുന്നതോടൊപ്പം പഠിക്കാൻ ശ്രമിക്കുക. സോ നിങ്ങളുടെ കയ്യിൽ സ്റ്റിൽ ഈ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഇല്ല എങ്കിൽ, കാരണം ഈ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ എല്ലാ ചോദ്യ പേപ്പറുകളും നോക്കാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേഗം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ പേപ്പേഴ്സ് കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സ്റ്റിൽ ഇത് കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ പി എസ് സി വേൾഡ് എന്ന് പറയുന്നതിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഒപ്പം ഇനി വരാൻ പോകുന്ന LDC, LGS, VFK കണക്കാക്കി ഞാൻ SCRT ക്ലാസ്സും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും പ്ലസ് ഒരു കറണ്ട് അഫയേഴ്സ് മന്ത്ലി റൗണ്ട് അപ്പ് എന്നുള്ള രീതിയിലുള്ള സംഭവം കൊടുക്കുന്നുണ്ട്. അത് ടെസ്റ്റ് സീരീസ് ഒക്കെ ഓരോ ചെറിയ പോർഷനും അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റൻസും ഞാൻ തന്നെ എഴുതി തയ്യാറാക്കി ഒരു ക്വിസ് മോഡിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. സോ ഇത് ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സും അതേ എക്സ്ട്രാ ഫാക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് പറയാം. പിന്നെ നമ്മൾ ഇന്നലെ എന്താണ് ഈ പറയുന്ന പ്രിലിംസിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് അല്ലാതെ നമുക്ക് സിലബസിൽ പറയുന്ന പോർഷൻസ് വരുന്ന ചില സ്പെഷ്യൽ പേപ്പേഴ്സ് ഉണ്ട്. അതിലത്തെ ചോദ്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവഴി നമുക്ക് പ്രിലിംസിൽ ഇതുവരെ നടന്നിട്ടുള്ള ക്വസ്റ്റൻസ് കയ്യിലിരിക്കുന്നതോടൊപ്പം ചില സ്പെഷ്യൽ പേപ്പേഴ്സിൽ അവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ്, പിന്നെ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ അതിന്റെ കൂടെ പോകുന്ന അസോസിയേറ്റഡ് ഫാക്ട്സും കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരാൻ പോകുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളിന്ന് ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന്റെ ക്വസ്റ്റൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഹിസ്റ്ററിയുടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഞാൻ ഇനി തുടർന്നുള്ള ദിവസങ്ങൾ ഇടാനാണ് ശ്രമിക്കുന്നത്. മേ ബി സാറ്റർഡേസ് ആകണമെന്നില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് എടുത്ത് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും വേണ്ടത് നമ്മൾ പറഞ്ഞു പോകും. സോ ദാറ്റ് നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് അവെയർ ആവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലേ തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്ട് ഏതെന്ന് അറിയേണ്ടത് നോക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, IT ആണ് കേട്ടോ. ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ ഡിസ്കഷനിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒന്ന് അറ്റ് ഗ്ലാൻസ് പഠിക്കാൻ എളുപ്പത്തിൽ ഒരു ടേബിളൊക്കെ ഇതാക്കി സെറ്റ് ചെയ്ത് പഠിക്കാനുള്ള എളുപ്പത്തിൽ ഈസി ടു റിമെമ്പർ എന്നുള്ള രീതിയിൽ ഒരു സംഭവമൊക്കെ പറയുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കണ്ട് മനസ്സിലാക്കും. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണും. അപ്പോൾ IT എടുക്കാൻ കാരണം പലർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണിത്. ഇതിൽ നിന്ന് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻസും വരാറുണ്ട്. സോ നമുക്ക് ഇതിൽ നിന്നുള്ള ഇത് നമുക്കൊന്ന് സ്കോർ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൂടെ നമുക്ക് വേണ്ട ഫാക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് ചോദിച്ചിട്ടത് the small and very fast memory that is placed between CPU and main memory. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി is taken from the NCERT chapter. ഓക്കെ, NCERT ചാപ്റ്ററിൽ ഉണ്ട് ഇതിനെക്കുറിച്ച്. ഞാൻ നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് കാണിച്ചു തരാം. അതായത് ഏറ്റവും ചെറുതും വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി അത് CPU-ന്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിന്റെ മലയാളം വേർഷൻ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, CPU എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഇതിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, 2 കൺട്രോൾ യൂണിറ്റ്, മൂന്നാമത്തത് മെമ്മറി യൂണിറ്റ്. ഓക്കെ, ഇതിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗണിതക്രിയകൾ, വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന ഭാഗമാണ്. കൺട്രോൾ എന്ന് പറയുന്നത് ആസ് ദ നെയിം സജസ്റ്റ് കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന യൂണിറ്റാണ്. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ്. ഈ മെമ്മറി യൂണിറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രൈമറി യൂണിറ്റ് ആൻഡ് രണ്ടാമത്തത് സെക്കൻഡറി യൂണിറ്റ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറയുന്നത്. എന്താണ് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ? പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ മെയിൻ മെമ്മറി എന്ന് വിളിക്കുന്നത് പ്രൈമറി മെമ്മറിനെയാണ്. ഓക്കെ, കാരണം പ്രോസസ്സിംഗ് ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്ന മെമ്മറി പ്രൈമറിയാണ്. ഓക്കെ, പ്രോസസ്സിംഗ് ഏറ്റവും വേഗത്തിൽ ലഭിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡാറ്റ വളരെ വേഗത്തിൽ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും കഴിവുള്ള മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. അത് 2 ഉണ്ട്, റാമും റോമും. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകാന്ന് വയ്ക്കും. കറണ്ട് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ അതുവരെ ചെയ്ത കമ്പ്യൂട്ടറിലെ പ്രവർത്തനങ്ങൾ പിന്നീട് കറണ്ട് വന്ന് ഓൺ ചെയ്യുമ്പോൾ കാണില്ല. സോ ഇത് ഒരു താൽക്കാലിക മെമ്മറിയാണ്. ഏത്? റാം എന്ന് പറയുന്ന സംഭവം. ഓക്കെ, സോ അതിനെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടെമ്പററി വോളറ്റൈൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആണെന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് നഷ്ടമാകുന്ന മെമ്മറിയാണത്. ഇനി അത് വേറെ തരത്തിലൊക്കെ ഉണ്ട്, പക്ഷെ അത്രയൊന്നും നിങ്ങൾ നോക്കണ്ട ഇപ്പൊ തൽക്കാലം. ഇനി റീഡ് ഓൺലി മെമ്മറി, അതായത് ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് പെർമനന്റ് ഇൻ നേച്ചർ ആണ്. മറ്റേ നേരെ ഓപ്പോസിറ്റ് ആണത്. പെർമനന്റ് ആണ്, നോൺ വോളറ്റൈൽ ആണ്. അതായത് കറണ്ട് പോയാലും അവിടെ എന്ത് സംഭവിക്കില്ല? ഡാറ്റ നഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഇനി പലതരത്തിലുള്ള റോമുകളുണ്ട്. ഇതൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് ഒക്കെ ആയിട്ട് ചോദിക്കാം. ഒന്ന് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, പ്രോം. അതായത് ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറിയാണ്. അത് 1 ടൈം ആണ്, അത് പ്രോം ആണ്. പിന്നെ ഉള്ളത് ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതായത് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് മായ്ച്ച് വീണ്ടും എഴുതാൻ കഴിയുന്നത്. അതായത് ഒന്നും കൂടെ റൈറ്റ് ചെയ്യാൻ പറ്റും അതിൽ. ഓക്കെ, അൾട്രാവയലറ്റ് ഉപയോഗിച്ച് മായ്ച്ചിട്ട് വീണ്ടും ചെയ്യാൻ പറ്റും. പിന്നെ EEPROM,
അതായത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതാണിത്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കമ്പയർ ചെയ്യുമ്പോൾ റാം ആണോ റോം ആണോ ഇതിൽ ഏതാ ഫാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാം തന്നെയാണ്. ഓക്കെ, ബാക്കിയുള്ള പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് പറയുന്നത് ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും റാമിൽ നടക്കും. അതായത് ഡാറ്റ സ്റ്റോർ ചെയ്യുകയും ചെയ്യും, നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. പക്ഷെ റോമിൽ സാധാരണയായിട്ട് ഡാറ്റ റിട്രീവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സൂക്ഷിക്കുന്നത് റാമിലാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സൂക്ഷിക്കുന്നു. ഇനി കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം സൂക്ഷിച്ചിരിക്കുന്നത് റോമിലാണ്. അത് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഇനി ക്യാഷ് മെമ്മറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഓക്കെ, പ്രോസസറിന്റെയും റാമിന്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചോദ്യം പക്ഷേ എന്തായിരുന്നു? CPU-ന്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയിലുള്ള ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. അതുപോലെ തന്നെ എങ്ങനെയും ചോദിക്കാം, പ്രോസസറിന്റെയും റാമിനെ തന്നെയാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ ഇടയിലും ഏറ്റവും ചെറുതും വേഗതയേറിയതുമായിട്ടുള്ള മെമ്മറി ഏതാണ്? അത് ക്യാഷ് മെമ്മറിയാണ്. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടെ ആവശ്യമായിട്ട് വരുന്ന ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, റിസൾട്ടുകൾ, ഇതൊക്കെ വേഗത്തിൽ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ക്യാഷ്. ഓക്കെ, അപ്പോൾ ഈ എന്താണ്, ഇപ്പോൾ പ്രോസസറിലെ റാം എന്ന് പറയുന്നതാണ് മെയിൻ മെമ്മറി. അതിലെ ഒരു ലൊക്കേഷനിൽ എവിടെയെങ്കിലും ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ ആദ്യം ക്യാഷ് മെമ്മറിയിൽ അതിന്റെ ഒരു കോപ്പി ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേഗം ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഇത് എടുക്കുള്ളൂ, പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും ക്യാഷ് മെമ്മറിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ റാമിനേക്കാൾ വേഗത്തിൽ ക്യാഷ് മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ തിരിച്ചെടുക്കാൻ പറ്റും, അതാണ് പ്രത്യേകത. പിന്നെ റാമിനേക്കാൾ വില കൂടുതലാണ് എന്തിനും? ക്യാഷ് മെമ്മറിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു, ക്യാഷ് മെമ്മറി. ഇതിൽ നിങ്ങൾ സെക്കൻഡറി സ്റ്റോറേജ് എന്നുള്ളത് കൂടി, സെക്കൻഡറി മെമ്മറി എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു എന്താണ്, എക്സ്റ്റേണൽ മെമ്മറി എന്ന് അറിയപ്പെടുന്ന ഒരു സംഭവമാണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാലും അവിടെ എന്ത് സംഭവിക്കും? ഈ ഉപകരണങ്ങളിൽ സംഭരിച്ചിട്ടുള്ള ഡാറ്റ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇത് റാമിനേക്കാളും സംഭരണശേഷി വളരെ കൂടുതലുള്ളതാണ്. പിന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത? വേഗത കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ, കമ്പയർഡ് ടു മറ്റുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞത് ഇതിന് വേഗത കുറവാണ്. പ്രോഗ്രാമും ഡാറ്റയും ഇതിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രോസസറിന് അവയെ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിൽ ഡാറ്റയൊക്കെ ഉണ്ട്, ഓക്കെ, സ്റ്റോറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രോസസറിന് നേരിട്ട് ഈ സെക്കൻഡറി സ്റ്റോറേജുമായിട്ട് ലിങ്ക് ഉണ്ടോ? ഇല്ല. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയെയോ പ്രോഗ്രാമുകളെയോ കൈമാറ്റം ചെയ്യാൻ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഉപയോഗിക്കും. നിങ്ങൾക്ക് ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ആരൊക്കെയാണെന്ന് മനസ്സിലാവും. ഇത് ഒരു ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. അതായത് ഇതിനെ നമ്മൾ ഈ പറയുന്ന സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം, ഇത് ചോദിക്കാറുണ്ട്. പല ടൈപ്പ് ഓഫ് സെക്കൻഡറി മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്. മാഗ്നറ്റിക് സ്റ്റോറേജ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൽ മാഗ്നറ്റിക് ടേപ്പ് ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഹാർഡ് ഡിസ്ക് ആയിരിക്കും കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം കേട്ടോ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഹാർഡ് ഡിസ്ക്. കണ്ടോ, ഇവിടെ ഡാറ്റ കാന്തികമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നു, അതാണ് പ്രത്യേകത. ഓക്കെ, ഇതാണ് ഹാർഡ് ഡിസ്ക്. വളരെ ഉയർന്ന സംഭരണ ശേഷിയുള്ളതാണെന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഡിസ്കിനെ ഇങ്ങനെ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ട്രാക്സ്. പിന്നെ ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെയുള്ളത് ഒപ്റ്റിക്കൽ സംഭരണ ഉപകരണങ്ങളാണ്. അതായത് ഡാറ്റ വായിക്കുന്നതിനും എഴുതുന്നതിനും. മറ്റേതിൽ മാഗ്നറ്റിക് സംഭവമാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ശക്തി കുറഞ്ഞ ലേസർ കിരണമായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെയുള്ളതാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. എക്സാമ്പിൾ CD, DVD, ബ്ലൂറേ ഡിസ്ക് ഒക്കെയാണ്. ഓക്കെ, പിന്നെയുള്ളത് ഫ്ലാഷ് മെമ്മറിയാണ്. ഡാറ്റ സംഭരണത്തിനായിട്ട് ഫ്ലാഷ് ഡ്രൈവുകൾ, EEPROM ചിപ്പുകൾ ഉപയോഗിക്കുന്നതാണത്. ഓക്കെ, USB ഫ്ലാഷ് ഡ്രൈവ് അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഫ്ലാഷ് മെമ്മറി കാർഡുകൾ അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ പറയുന്ന മറ്റൊരു സംഭവമാണ് SSD, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നുള്ളതാണ് കേട്ടോ. ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നമ്മളോട് വീണ്ടും ചോദിക്കാം. പിന്നെ സ്റ്റോറേജിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറിലെ മെമ്മറിയുടെ ആ ഒരു ശ്രേണി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഹാർഡ് ഡിസ്കിനാണ്, അതിനുശേഷം റാം, പിന്നെ ക്യാഷ്, പിന്നെ രജിസ്റ്റർ ആണ്. പക്ഷേ സ്പീഡിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്പീഡ് കൂടുതൽ ആർക്കാണ്? രജിസ്റ്ററിനാണ്. ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് ചെയ്യുക. ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ഫാക്ട് ആണിത്. ഓക്കെ, അതിന്റെ ഒരു ടേബിൾ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഏറ്റവും വില കൂടുതൽ ഇപ്പൊ ഈ ടേബിളിൽ രജിസ്റ്റർ ആയിരിക്കും. Which of the following is not a system software? I have already told you, you have to study the main softwares. രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മെയിൻലി ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർസ്. അതിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ സാധാരണ പറയുന്ന ലിനക്സ്, ഉബുണ്ടു, വിൻഡോസ്, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ദെൻ പിന്നെയുള്ളത് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ്, ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്. പിന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഡിലീറ്റിംഗ് പോലത്തെ സംഭവങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ തന്നിട്ടുള്ളവയിൽ ഇതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോഫ്റ്റ്വെയർ അല്ലാത്തത് ഫയർഫോക്സ് ആണ്, കാരണം അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതൊരു വെബ് ബ്രൗസർ ആണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ വെബ് ബ്രൗസർ ആണ്. പിന്നെ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതായത് കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയറും തമ്മിൽ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. യൂണിക്സ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, യൂണിക്സ് എന്ന് പറയുന്നത് കേട്ടോ.
നെക്സ്റ്റ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ എം ടി ടാഗ് ഇൻ HTML. അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അത് ലാംഗ്വേജിന്റെ ഇതിൽ വരുന്നതാണ്. HTML എം ടി ടാഗ് കാണിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, HTML എന്ന് പറയുന്നത് വെബ് പേജസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് HTML. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ് ഫുൾ ഫോം. ഓക്കെ, ഇത് വികസിപ്പിച്ചതും ടിം ബേണേഴ്സ്ലി തന്നെയാണ്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ എക്സ്റ്റൻഷൻ ആണ് .htm അല്ലെങ്കിൽ .html എന്ന് പറഞ്ഞ് കാണുന്നത്. ഞാൻ പറഞ്ഞു വെബ് പേജുകൾ നിർമ്മിക്കാനാണ്. ഇതില് ഈ പറയുന്ന രീതിയിൽ ഈ എം ടി ടാഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന് എന്താ പറയാ, അതിന് ഒരു ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്. അത്രയും നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും ഈ ടാഗുകൾ എന്താണ്, ഒരു സ്പെസിഫിക് ആക്ഷൻ അല്ലെങ്കിൽ കണ്ടന്റ് ഡയറക്ട്ലി വെബ് പേജിലേക്ക് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പൊ അതിപ്പോ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമേജിന്റെ ഈ തന്നിരിക്കുന്ന സംഭവമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് AI? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫാദർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഉത്തരം ജോൺ മെക്കാർത്തിയാണ്. ഓക്കെ, ദെൻ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോർ ChatGPT ഇതാണ് www.openai.com. കാരണം ChatGPT എന്ന് പറയുന്നത് OpenAI ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ പലരും ഉപയോഗിക്കുന്ന ജെമിനി എന്നൊക്കെ പറയുന്നത് ഗൂഗിളിന്റെ AI ആണ്. ഓക്കെ, ഇതില് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് ഇവിടെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയാണിത്. അതിന്റെ വലിയ വലിയ ഫംഗ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കമ്പ്യൂട്ടർ എന്ന യന്ത്രത്തിന് മനസ്സിലാകണമെന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റണ്ടേ? അതിനാണ് യന്ത്രഭാഷ അഥവാ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേക തരം സൂചനകളിലൂടെ മാത്രമേ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. 1, 0 എന്ന് പറയുന്ന 2 ബൈനറി സംഖ്യകളിലൂടെയാണ് അത് പ്രതിനിധീകരിക്കുക. ഓക്കെ, ഇനി അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമോണിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രവർത്തനത്തിന് ഇപ്പോൾ ആഡ് ചെയ്യുക, ഒരു കാൽക്കുലേഷനിൽ നമ്മൾ പറയുന്നത് ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ഇതിന് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് എഴുതണം ആഡ്, സബ്ട്രാക്ഷന് സബ്, ഇങ്ങനെ കൊടുത്ത് എഴുതുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ഭാഷകൾ ഇംഗ്ലീഷ് ഭാഷയെ പോലെയുള്ളതും അസംബ്ലി ഭാഷയെക്കാളും യന്ത്രഭാഷയെക്കാളും ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷകൾ, ഹൈ ലെവൽ ലാംഗ്വേജസ്, കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കമ്പ്യൂട്ടറിന് മനസ്സിലാവോ? ഇല്ല. ഉയർന്ന തരത്തിലുള്ള ഭാഷകളിൽ എഴുതിയിരിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ അതിന് തത്തുല്യമായ യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നു. ആയതിനാൽ ഇത്തരം ഭാഷകളെ തർജ്ജമ ചെയ്യുന്നതിന് ഒരു ഭാഷാ വിവർത്തകനെ, അതായത് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് കമ്പൈലർ, ഇന്റർപ്രറ്റർ എന്നൊക്കെ പറയുന്ന സംഭവം. ബേസിക് C++, ജാവയൊക്കെ ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ, കാണാതെ തന്നെ പഠിക്കണം. അതൊന്നും ഞാനിപ്പോൾ ഇതിൽ പറയണം. അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന് അസംബ്ലർ എന്നറിയപ്പെടുന്ന ഒരു വിവർത്തകൻ ആവശ്യമുണ്ട്. അപ്പോൾ പ്രോഗ്രാമിലെ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത് തർജ്ജമ ചെയ്യപ്പെട്ട ശേഷമാണ്. ഓക്കെ, ഇതിൽ ഫുള്ള് എന്താണ്, തർജ്ജമ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടേ പ്രവൃത്തി നടക്കുള്ളൂ. ഓക്കെ, ഇനി ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിവരിയായിട്ട് യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന പ്രോസസ്സാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിവരിയായിട്ട് ഇങ്ങനെ മൊഴിമാറ്റം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വരിയിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ് അപ്പം തന്നെ നമുക്ക് കാണിച്ചു തരും. അവിടെ വെച്ച് നമുക്ക് ആ ഓപ്പറേഷൻ തെറ്റ് തിരുത്തിയിട്ട് അടുത്ത ഓപ്പറേഷനിലേക്ക് കടന്നാൽ മതി. അതിനൊരു ഉദാഹരണമാണ് ബേസിക്. ഓക്കെ, ദെൻ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റത്തവണ കൊണ്ട് തന്നെ അത് പ്രോഗ്രാം മുഴുവനായും വ്യാഖ്യാനിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ആ തെറ്റുകൾ കമ്പൈലേഷന്റെ അവസാനം ക്രമ നമ്പറോടുകൂടി സന്ദേശങ്ങളായി സ്ക്രീനിൽ തെളിയും. ഇനി തെറ്റൊന്നുമില്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഫയൽ സൃഷ്ടിക്കുകയും ചെയ്യും. ഓക്കെ, കമ്പൈലർ ഉപയോഗിച്ചുള്ള തർജ്ജമയെ കമ്പൈലേഷൻ എന്നാണ് പറയാം. ഉപയോഗിക്കുന്നത് അതിന് എക്സാമ്പിളാണ് C++, പാസ്കൽ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് കംപ്രഷൻ ടൂൾസ്, ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ, ബാക്കപ്പ് സോഫ്റ്റ്വെയർ, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ MS അതായത് വിൻഡോസിന്റെ, ലിനക്സിന്റെ, ആപ്പിളിന്റെ, ഗൂഗിളിന്റെ ഇത്രയും ആൾക്കാരുടെ വേർഡ്, പ്രസന്റേഷൻ, സ്പ്രെഡ്ഷീറ്റ്, വെബ് ബ്രൗസർ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇതെപ്പോഴും ഓഡ് വൺ ഔട്ട് ആയിട്ടും അല്ലാത്തേക്ക് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, വേറെയും ഉണ്ട് ഓരോന്നിന്. അത് പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ അത്യാവശ്യം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ബാക്കിയുള്ളതും പഠിക്കാൻ സമയം കിട്ടിയാൽ നിങ്ങൾ നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് എന്താണ്, MS വേർഡ് തന്നെയാണിത്. ഇനി ലിനക്സിന്റെ വരുമ്പോൾ അത് റൈറ്റർ ആണ്. ആപ്പിളിന്റെ വരുമ്പോൾ അത് പേജസ് ആണ്. ഗൂഗിളിന്റെ ഡോക്സ് ആണ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചില്ലേ. ഇനി അടുത്തത് പ്രസന്റേഷനിൽ മൈക്രോസോഫ്റ്റിന്റെ വരുന്നത് പവർ പോയിന്റ് ആണ്. ഞാൻ PP എഴുതാം, പവർ പോയിന്റ് ആണ്. ലിനക്സിന്റെ എന്ന് പറയുന്നത് ഇംപ്രസ് ആണ്. ആപ്പിളിന്റെ കീനോട്ട് ആണ്. ഓക്കെ, ഗൂഗിളിന്റെ സ്ലൈഡ് ആണ്. ഇനി സ്പ്രെഡ്ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സൽ ആണ് വിൻഡോസിന്റെ. ലിനക്സിന്റെ വരുമ്പോൾ അത് കാൽക്ക് ആണ്. ആപ്പിളിന്റെ വരുമ്പോൾ അത് നമ്പേഴ്സ് ആണ്. ഗൂഗിളില് ഷീറ്റ്സ് ആണ്. ഇത് ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഇനി നമ്മൾ വെബ് ബ്രൗസറും പറഞ്ഞല്ലോ എന്താണ്, ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് സോഫ്റ്റ്വെയർ തന്നെയാണ്. സോ അത് വിൻഡോസിന്റെ വരുമ്പോൾ അത് മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ്. ഓക്കെ, ലിനക്സിന്റെ ഫയർഫോക്സ് ആണ്. ആപ്പിളിന്റെ സഫാരി ആണ്. ഗൂഗിളിന്റെ നിങ്ങൾക്കറിയാം ഗൂഗിൾ ക്രോം.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ബൈ ഹാർട്ട് ആയിട്ട് തീർച്ചയായിട്ടും പഠിക്കണം. ഇതിന്റെ കൂടുതൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് പഠിക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ചോദ്യങ്ങൾ അടുത്ത സബ്ജക്റ്റിന്റെ ആയിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ഇത് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചോദ്യങ്ങളിൽ ഒതുക്കിയത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.